ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ അവലോസ് പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. അവലോസ് പൊടി എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. 4 മണിക്കോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റും ആണ്. അപ്പം നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 5 മണിക്കൂറെങ്കിലും നമ്മൾ കുതിർത്തിയെടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 250 ml ആണ്. അപ്പോൾ ഇനി നമുക്ക് അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തോർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂറെങ്കിലും വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ സാധാരണ പുട്ടിനും അപ്പത്തിനും ഒക്കെ മാവ് പൊടിച്ചെടുക്കുന്ന പോലെ പൊടിച്ചെടുക്കുക. അധികം നൈസായിട്ടല്ല പൊടിച്ചെടുക്കാൻ, കുറച്ച് തരിയോടെ വേണം പൊടിച്ചെടുക്കാൻ. പുട്ടിനൊക്കെ പൊടിക്കുന്ന പോലെ പൊടിച്ചെടുത്താലും മതി. പുട്ടിൻ്റെ അരിപ്പിൽ അരിച്ചെടുക്കുക. ബാക്കി കൂടുതലുള്ള തരികൾ ഒന്നും കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പം ഏകദേശം 2 കപ്പ് മാവുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ അതേ അളവിൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങയാണ്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ 1/2 ടീസ്പൂൺ ചേർക്കണ്ട, കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. ഓരോ ഉപ്പിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് കൂടിപ്പോവാനും പാടില്ല. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കില്ലേ, അതുപോലെ വേണം കുഴച്ചെടുക്കാൻ. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, നമ്മൾ നന്നായിട്ട് തിരുമ്മിയെടുക്കുക. അപ്പം തേങ്ങയുടെ പാല് വന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ പുട്ടിൻ്റെ പാകത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചുവട് കെട്ടിയുള്ള പാത്രം എടുക്കുക. ചുവട് കെട്ടിയുള്ള ഉരുളിയോ നോൺ സ്റ്റിക്കോ ഒക്കെ മതി. ചുവട് കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ നമ്മൾ തീ കുറച്ചിട്ടിട്ടേ ചെയ്തെടുക്കാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പാത്രത്തിലോട്ട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന മാവിട്ട് കൊടുക്കാം. തീ ഇപ്പം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മാവിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. ഏകദേശം ഒരു 25-30 മിനിറ്റ് എടുക്കും കേട്ടോ. നമ്മളിത് വറുക്കാത്ത മാവ് ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. തീ കൂട്ടിയിടരുത്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും വറന്ന് കിട്ടിയെന്ന്. പക്ഷേ കുറച്ചെടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് പ്രസ് ചെയ്ത് നോക്കുക ചെയ്യുക. വെള്ളം നനവ് പാടില്ല, നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണം. അതുവരെ വറുത്തെടുക്കണം. ഒന്ന് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരണം. അപ്പോൾ അതാ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കഴിച്ച് നോക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടുമാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ തയ്യാറാക്കി എടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് കുറേ നാളത്തേക്കുള്ള 4 മണി പലഹാരം തയ്യാറാക്കി വയ്ക്കാൻ പറ്റും. തണുത്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം നനവില്ലാത്ത കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കുക. 3-4 മാസമൊക്കെ കേടാകാതിരിക്കും. ഇനി അതിനേക്കാളും കൂടുതൽ സമയം നിങ്ങൾക്ക് വയ്ക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയോ തേനോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പഴം ചേർത്തിട്ടും കഴിക്കാം. എനിക്കിതിലോട്ട് ചായ ഒഴിച്ച് കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.